ആളുകൾ എന്തെന്നറിയാതെ ആഘോഷിക്കുന്നവർ അല്ലടാ. ആഹാ, നിനക്ക് ഫിലോസഫി പറയാനേ പറ്റിയ നേരം. എടാ, ആദ്യം അവനെ എവിടാന്ന് നോക്ക്. അവൻ എവിടെ പോവാനാ? ഇവിടെ തന്നെ ഉണ്ടാവും. നീ വാ, നമുക്ക് നോക്കാം. മച്ചാനെ, ഇതുപോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയതല്ലേ നമ്മളും. എല്ലാത്തിനും അവനാ മുന്നിലുണ്ടാവാറ്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം വേണ്ടെന്നേ ഒരു 100 വട്ടം പറഞ്ഞതാ, കേൾക്കണ്ടേ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പ്രേമിച്ച പെണ്ണിനെ കെട്ടണം, അവളുടെ തന്തക്കിട്ട് 2 പൊട്ടിക്കണം. ഇപ്പം എന്തായി? അവസാനം പൊട്ടിപ്പോയ പട്ടം പോലെ ആയില്ലേ? ഡാ നോക്കിയടാ, ഇതൊക്കെ എന്തില്ലേ? എടാ, നമ്മളൊക്കെ പോയതാടാ ശരിക്കും ത്രില്ലടിക്കുന്ന യാത്രകൾ. കേരള ടു ഗോവ, ഗോവ ടു പോണ്ടിച്ചേരി, അവിടുന്ന് നേരെ ഹൈദരാബാദ്, പിന്നെ മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നല്ലേ? പെണ്ണിന് പെണ്ണ്, മദ്യത്തിന് മദ്യം, പിന്നെ കഞ്ചാവ്. ഓ, ശരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കാടാ. അന്നൊക്കെ ത്രില്ലടിച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ. ഇവരൊക്കെയാണടാ ശരിക്കും ഭാഗ്യവാന്മാർ. ഈ പ്രായത്തിലും അവർ ജീവിതം ആഘോഷിക്കുന്നതുകൊണ്ടോ? ഇതുപോലൊരു യാത്ര പോയതിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ. അല്ലടാ, അല്ലെങ്കിൽ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടല്ലേ വേണ്ടെന്നുള്ള തോന്നലുണ്ടാവും. ഇതാടാ വിഷ്ണു. വിഷ്ണു, ഇവൻ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം. കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് പെട്ടെന്ന് എത്താൻ നോക്കിയതല്ലേ? എന്നിട്ട് ആദ്യം എത്തിയതോ ഞങ്ങളും. എല്ലാത്തിനും കാരണം ഞാനാണ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർത്തത് ഞാനാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ കണ്ണീര് വരെ പറ്റിയിട്ടുള്ള എല്ലാം എൻ്റെ തെറ്റാണ്. എല്ലാം തെറ്റ് നിന്റെ മാത്രമല്ലടാ, ഞങ്ങളുണ്ടായിരുന്നില്ല നിന്റെ കൂടെ. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ പോലെ നമുക്കും ജീവിക്കാമായിരുന്നു ഒരുപാട് കാലം. ഉടൽ വിട്ട ഉയിരിന് പുനർജന്മമുണ്ടോ? ഉണ്ടെന്ന് ചിലർ, അത് ഇല്ലെന്നും ചിലർ. അർത്ഥമില്ലാതെ അനർത്ഥത്തെ തേടുന്ന മർത്യ, നിന്റെ കയ്യിൽ ആയുസിന്റെ അളവുകോലുണ്ടോ?